ഹലോ, തങ്കംസ് ഗ്രീൻ ഗാർഡൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ഡ്രാഗൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് കുറച്ച് ഡ്രാഗൻ ഉണ്ട്. അപ്പം ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. ഡ്രാഗൻ ഇതൊക്കെയാണ്. കുറച്ച് കായകളൊക്കെ ഉണ്ടായി. നേരത്തെ കുറച്ച് കായകളൊക്കെ പറിച്ചിട്ടുണ്ട്, 5-8 കായൊക്കെ. ഇപ്പോൾ ഒരു 10-5-8 കായോളം വിളവെടുക്കാനായതുണ്ട്. പിന്നെ പൂക്കളൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ പൂക്കൾ വരുന്നുണ്ട്. ഒരു 800 കിലോ തികച്ചുണ്ടാവില്ല, അത്രയും വലിപ്പമുള്ള കായകളൊക്കെയാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് ഈ മഴ തുടർച്ചയായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നത് കോഴിക്കാഷ്ടമിട്ട് കൊടുത്തിരുന്നു. അതിന് മുമ്പ് കുളിപ്പിച്ച വളങ്ങളായിരുന്നു മഴ കുറവുള്ള സമയത്ത് കൊടുത്തിരുന്നത്. ഇതാണ് വളങ്ങളൊക്കെ കൊടുക്കുന്നത്. നമ്മൾക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുട്ടികൾക്കായാലും നമ്മളെ ഫാമിലിക്കായാലും ആർക്കായാലും അവർക്കൊക്കെ നല്ല ഫ്രൂട്ട് കഴിക്കാനും നമുക്ക് നല്ലൊരു എനർജി ആണ് ഈ പഴത്തിന് എന്നാണ് പറയുന്നത്. ഷുഗറിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു. പിന്നെ ഒരു പഴം തിന്നാൽ തന്നെ വിശപ്പൊക്കെ തീരും, അത്ര വലിപ്പമുള്ള പഴങ്ങളാണ്. അപ്പോൾ പൂക്കളൊക്കെ ഇനിയും വരുന്നുണ്ട്. ഒരുപാട് പഴങ്ങളുണ്ട് പറിക്കാനായത്. പൂക്കൾ അത് നാളെ വിരിയാനുള്ള പൂവാണ്. ഇത് ഒരു 3 ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ അതും പൂവാവും. ഇതാണ് ഇതിപ്പോൾ വിരിഞ്ഞിട്ടൊക്കെ ഉണ്ടാകും. കായൻ്റെ വലിപ്പം നല്ല വലിപ്പമുള്ള കായകളാണ്, അത്രയൊക്കെ വലിപ്പമുള്ള കായകളാണ്. അപ്പോൾ പൂക്കൾ ഒരു 5-6 പൂക്കൾ ഇനി വിരിയാണ്ട്, അപ്പോഴേക്ക് മുട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ 3-ാമത്തെ വിളവെടുപ്പാണ്. 2 പ്രാവശ്യം കിട്ടി, 3-ാമത്തേന് പോയി എടുക്കുന്നത്. എന്തായാലും ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റും. എനിക്ക് ഇതിനോടുള്ളൊരു ആഗ്രഹത്തിൻ്റെ മേലെയാണ് ഞാനിതൊക്കെ ചെയ്തത്. പക്ഷേ ഇപ്പം എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറി. ഇഷ്ടംപോലെ കായകൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടി. ഈ പ്രാവശ്യം അത്യാവശ്യം കായകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു പൈസൻ്റെ ചിലവിലാണ് ഞാനത് ചെയ്തത്. ഇതിങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ബക്കറ്റ് സെൻസൈഡുമെന്ന് താഴേക്ക് തൂക്കിയിട്ടാലും ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഞാൻ അങ്ങനെയൊന്നും വെച്ചിട്ടില്ല. ഉണ്ടല്ലേ, നമുക്ക് ഒരു താഴത്തൊരു സ്റ്റാൻഡൊക്കെ വെച്ച് കണ്ടാണ് ബക്കറ്റ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ബക്കറ്റുകളൊക്കെ മാറ്റി കൊടുക്കേണ്ടതുണ്ട്. അന്നെൻ്റെ അടുത്തുള്ളത് ഞാൻ വെച്ചതാണ്. പക്ഷെ ഇതിമെന്ന് തന്നെ കുറച്ച് കട്ടിങ്സൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ സ്റ്റാൻഡും ബക്കറ്റൊക്കെ. മേലത്തെ സ്റ്റാൻഡ് ആദ്യം തന്നെ ഉണ്ടാക്കിയാണ്. ബക്കറ്റ് വെക്കാനുള്ള സ്റ്റാൻഡ് പിന്നെ ഞാനിപ്പോൾ ഈ പ്രാവശ്യമാണ് ഉണ്ടാക്കിയത്. ടയറിട്ട് കൊടുത്താൽ വൃത്തിയാവും. ടയറിട്ടിട്ടില്ലെങ്കിലാണ് പണി. 2 കായൊക്കെ ഒരേ വലിപ്പം, ഒരേ തണ്ടും മണ്ടായിട്ട് കണ്ടല്ലേ വലിപ്പത്തിനൊന്നൊരു വ്യത്യാസമില്ല. ഇതിപ്പോൾ ഞാൻ പുതുതായി വെച്ചതാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം. പക്ഷെ ഈ പ്രാവശ്യം കായ ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല. അടുത്ത പ്രാവശ്യത്തേക്ക് ഇതിന് കായ ഉണ്ടാവുള്ളൂ. പക്ഷേ ടയറുമെന്ന് മറിഞ്ഞ് കട്ട് ചെയ്ത് ഞാൻ വിട്ടു കൊടുത്തിട്ടുണ്ട്. പുല്ലൊക്കെ മുളച്ചടങ്ങിയിരിക്കും. കുറച്ചും കൂടി നല്ല മഴയായില്ല, കുറച്ചും കൂടി കോഴിക്കാഷ്ടം ആട്ടും കാഷ്ടമൊക്കെ പൊടിച്ചെടുത്ത് മണ്ണും കൂടി ചേർത്തൊന്നും കൂടി കൊടുക്കണം. പ്രാവശ്യം പൂ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ തോന്നൽ. കാരണം ഇത്രയൊക്കെ മറിഞ്ഞിട്ടുള്ളൂ. ടയറുമെന്നാണ് മറയാണ്. ടയറില്ലാതെ 4 അതിൻ്റെ പൾപ്പ് പൊട്ടിപ്പോവും. ടയറില്ലാത്തതുകൊണ്ട് 2 എനിക്ക്. അമ്മയ്ക്കും കൂടി ഒരു ടയർ കിട്ടിയാലുള്ളപ്പോൾ ഒരു മനസ്സമാധാനം. ഇത്രയൊക്കെ. അപ്പം എൻ്റെ വീഡിയോ ഒക്കെ കണ്ട എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. നിങ്ങളിത് കാണുമ്പോൾ അതിനുള്ള കമൻറ്റുകളൊക്കെ ലൈക്കൊക്കെ തരുമ്പോഴാണ് നമുക്ക് പിന്നെയും ഇത് ചെയ്യാനുള്ള പ്രചോദനം. അപ്പം ഇതൊക്കെയാണ് ചെടികൾ. അപ്പോൾ എല്ലാവരും ഇതുമാതിരി വീട്ടിലുണ്ടാക്കുക. വീട്ടിൽ നമുക്ക് കുട്ടികൾക്കും കുടുംബത്തിനും കൊടുക്കാനും